ഞാനേ വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനാ വന്നത്. എല്ലാവർക്കും നിങ്ങൾ ഇഷ്ടമാണ്, പക്ഷെ നിങ്ങൾ ചെന്ന് ഈ പ്രശ്നത്തിൽ പെടുന്നു. എല്ലാം എന്റെ ദുർവിധിയ. ഞാൻ ചേച്ചി വഴി കിടക്കുന്ന ആൾക്കാരെ പോലും എടുത്തോണ്ട് പോകും, വണ്ടി ഇടിച്ച് കിടന്നു. അത് അങ്ങനെ നേച്ചർ. എന്റെ അച്ഛൻ അങ്ങനെ. അത് അച്ഛൻ മരിച്ചപ്പോ എനിക്ക് കിട്ടി. അങ്ങനെ പാരമ്പര്യമായിട്ട് കൈമാറി വരുവാ. ആണോ? ഭയങ്കര. രണ്ടാമത്തെ മോളും അങ്ങനെ. അതുകൊണ്ട് ഈ അടുത്ത കാലത്ത് ഒരു കൊല്ലം മുമ്പ് അവിടെ ഒരു വലിയ ഏണി എടുത്ത് പിടിച്ചു വെച്ചു. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. അതായത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി പണ്ട് തൊട്ടേ എല്ലാ പ്രശ്നങ്ങളും ചെന്ന് തലയിടുന്ന വ്യക്തിയാണ്. സ്വഭാവം തന്നെയാണ് മകൾക്കും കിട്ടിയത് എന്ന്. അതായത് ദിയ കൃഷ്ണനെ സംബന്ധിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാര്യം ദിയ ഈ ഇടയായിട്ട് കാട്ടിക്കൂട്ടുന്ന പരിപാടികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടതാ. അതായത് സ്വന്തം ഭർത്താവിന്റെ അമ്മയെ പോലും അമ്മ എന്ന് വിളിക്കാൻ പോലും പറ്റില്ല എന്ന് വളരെ ധിക്കാരത്തോടെ കൂടി സംസാരിച്ച വ്യക്തിയാണ് ദിയ കൃഷ്ണ. അല്ല, പെണ്ണുങ്ങളെ ഇത്ര കറാമ്പറപ്പ് പാടില്ല. അത് ശരിയാ. ബർത്ത്ഡേ പാർട്ടിക്ക് ആൾക്കാരെ വിളിക്കുമ്പോൾ കൊച്ചിനെ എല്ലാവരും എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് ഒരു വെറുതെ എന്തിനാണ് ഒരു പാർട്ടി ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിൽ വന്ന് സംസാരിച്ചതാണ്. വിളിക്കുന്നു, അവരവസരം വരുന്നു, അവരവസരം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. ഇവര് മുഴുവൻ വിളിക്കുന്ന ഈ കുട്ടികളെ പിടുത്തക്കാരെയാണോ, ഈ പിള്ളേരെ പിടുത്തക്കാരെയാണോ ഇവര് കംപ്ലീറ്റ് പാർട്ടിക്ക് ക്ഷണിക്കുന്നത്? സത്യമായിട്ടും തോന്നിപ്പോവാണ്. അതായത് ഇവരുടെ വളരെ ക്ലോസ് റിലേറ്റീവ്സും ഇവരുടെ ഫ്രണ്ട്സും വരുമ്പം കൊച്ചിനെ എടുക്കുന്നത് പോലും ദിയക്ക് ഇഷ്ടമല്ല. നിനക്ക് തെറ്റി, അത് പെണ്ണല്ല, ആണിന്റെ ജന്മ. അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാന്നേ ഉള്ളൂ ദിയ കൃഷ്ണയുടെ ഒരു ക്യാരക്ടർ എന്താണ് എന്ന്. അപ്പം ഇതെല്ലാം കിട്ടിയത് എവിടെ നിന്നാണ്? കൃഷ്ണകുമാറിൽ നിന്നാണ് കിട്ടിയത്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ. ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഇപ്പോ വേറൊരു വിഷയം നടക്കുന്നുണ്ട് വീട്ടിൽ. ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും, കുടുംബം ഏറെ നിൽക്കുക. അത് ഞാൻ പറഞ്ഞു, ഇതിന് പ്രതികരിക്കല്ലേ എന്ന് പറയുന്ന ഒരു മോള് പ്രതികരിച്ചു പോയി. അപ്പോഴും ഞാൻ തെറ്റില്ല. ബെസ്റ്റ് കോമ്പിനേഷൻ. ഈ ആദ്യത്തെ പെൺകുട്ടി ജനിക്കുമ്പോൾ പറയും അച്ഛന്റെ ഫീമെയിൽ വേർഷനാന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എന്റെ 30ാമത്തെ വയസ്സിൽ ഞാൻ ചിലപ്പോൾ വീട്ടിൽ കയറി ചവിട്ടി ചുറ്റിക്കൂട്ടി. എങ്ങനെ ഇരിക്കുന്നു? എന്റെ 30ാമത്തെ വയസ്സായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ വീട്ടിൽ കയറി ചവിട്ടി കൂട്ടിയായിരുന്നു. നല്ലതല്ല ഇവിടെ ആർക്കും ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പം ഈ അഹങ്കാര സ്വഭാവങ്ങൾ കിട്ടിയത് സ്വന്തം തന്തയിൽ നിന്നാണ്. മോളും കൊള്ളാം, തന്തയും കൊള്ളാം. അതാണ് പിള്ളേരെല്ലാം ഈ രീതിയിൽ വന്ന് പ്രതികരിക്കുന്നത്. ഇത് നിനക്കുള്ള അടിയല്ല, നിന്റെ അച്ഛനുള്ള അടിയാ. ഇമാര് ഉരുപ്പടിനൊക്കെ ഭൂമിയിലോട്ട് ഇറക്കുന്നതിന് കേട്ടോ.